പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഏകദേശം ഒരു പ്രോമിസ് തരാം, ഇനി വരാൻ പോകുന്ന ആഴ്ചകളിൽ നമ്മൾ എന്താണെങ്കിലും മീം റിവ്യൂവും കൂടി നമ്മുടെ ചാനലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും. സോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് മീം റിവ്യൂസ് വീണ്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 2 വർഷത്തിന് ശേഷം നമ്മുടെ സൂര്യണ്ണൻ തിരിച്ച് സിനിമയിൽ വന്നതുപോലെ ആകരുതെന്നുണ്ട് നമ്മുടെ മീം റിവ്യൂസ് എനിക്ക്. ആൻഡ് എനിക്കറിയാം, ഞാൻ 2 വർഷം മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇനി എല്ലാ ആഴ്ചയിലും മീം റിവ്യൂസ് ലഭിക്കുമെന്നൊക്കെ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പ്രോമിസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ള ഒത്തിരി കാര്യങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് നമുക്കത് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ അടുത്തിടയിൽ നമ്മൾ പോസ്റ്റ് ഇട്ട സമയത്തെല്ലാം നിങ്ങൾ ഓരോരുത്തരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മീം റിവ്യൂസ് തിരിച്ചു കൊണ്ടുവരണം. അതാണ് നമ്മളിപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ടൈം കളയുന്നില്ല. നമുക്ക് നോക്കാം ഈ ആഴ്ചയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള പുതിയ മീംസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ തന്നെ. സോ നമുക്കപ്പോൾ തുടങ്ങിക്കളയാം. ആദ്യം തന്നെ നമുക്ക് വലിയൊരു വ്യൂ സ്പോയിലർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വെനം 3 ആണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, ഫയർ സിംബിയോട്ട് പേജ്, ഗ്രീൻ സിംബിയോട്ട് വെനം, സിനോഫേജ് വന്നിട്ട് നിന്റെ കഥ ഞാൻ കഴിക്കൂടാ. വി ആർ ഗോയിങ് ടു ബീറ്റ് ദ അബ്സല്യൂട്ട് ഷിറ്റ് ഔട്ട് ഓഫ് യു. പീറ്റർ പാർക്കറും ഗാങ്ങും ഇത്രയും വലിയ ബുള്ളിയാന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മേക്ക് ലവ് നോട്ട് വാർ. നമുക്ക് നോക്കാം എന്താണ് ലവ് ആൻഡ് വാർ. വാൻഡ വിയസ് ക്യാപ്റ്റൻ കാർട്ടർ ഓൺ എർത്ത് 838. വാൻഡ വിയസ് ക്യാപ്റ്റൻ കാർട്ടർ ഓൺ എർത്ത് 69. ഈ എർത്ത് 69ലേക്ക് പോകാനുള്ള ലിങ്ക് ആരെങ്കിലും തന്നിരുന്നെങ്കിൽ ഒന്ന് പോയി നോക്കാമായിരുന്നു. കാരണം അവർ പറഞ്ഞ പോലെ നമ്മൾ സ്നേഹിക്കുകയോ വേണ്ട, അല്ലാതെ യുദ്ധം ചെയ്യുകയോ അല്ല നമുക്ക് ചെയ്യേണ്ടത്. സ്പൈഡർമാൻ, യു ടുക്ക് എവറിത്തിങ് ഫ്രം മീ. മാർവൽ റൈറ്റേഴ്സ്, നമുക്കറിയാം സ്പൈഡർമാൻ 4 ഇപ്പോൾ സത്യം പറഞ്ഞ മാർവൽ റൈറ്റേഴ്സിൻ്റെ മാത്രമല്ല സോണിയും അതുകൂടാതെ മാർവലും തമ്മിയിട്ടുള്ള എന്താ പറയുക യോജിപ്പ് കറക്റ്റായിട്ടല്ല പോകുന്നത്. അതാണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്. ഷോ മീ ദ ബെസ്റ്റ് മാഗ്നറ്റോ. കോമിക് ബുക്കിലെ മാഗ്നറ്റോ അല്ല, ഐ സെഡ് ദ ബെസ്റ്റ് മാഗ്നറ്റോ. എന്നോട് ചോദിക്കണമെങ്കിൽ ഇതാണ് ബെസ്റ്റ് മാഗ്നറ്റോ. നമ്മുടെ ഒറിജിനൽ ട്രിയോളജിയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഇയാൻ മെക്കാലിൻ എന്നാണ് പുള്ളിയുടെ പേരെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളിയായിരുന്നു. ആൻഡ് ലാസ്റ്റ് മൈക്കൽ ഫാസ്ബെൻഡർ. കാരണം മൈക്കൽ ഫാസ്ബെൻഡർ തന്നെയാണല്ലോ പെർഫെക്ഷൻ. നിങ്ങൾ തന്നെ ക്യാപ്ഷൻ ചെയ്ത്, കാരണം ഞാനും പണ്ട് കണ്ടപ്പോൾ, അതായത് പുള്ളി വില്ലനായിട്ട് വന്ന സമയത്ത് ഞാനും പ്രതീക്ഷ തന്നെയായിരുന്നു ഗാർഡിയൻസ് ഓഫ് ഗാലക്സിക്കകത്ത് തന്നെ. നിങ്ങൾ ക്യാപ്ഷൻ ചെയ്യും ഇതിന് നമുക്ക് എന്തൊരു ക്യാപ്ഷൻ കൊടുക്കാന്നുള്ളത്. വെൻ യു ആർ സോ മാഡ് അറ്റ് മാർവൽ ഫോർ കില്ലിംഗ് മെനി ഓഫ് യുവർ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ബട്ട് യു ആർ സോ ഹൈപ്ഡ് ഫോർ അവഞ്ചേഴ്സ് 4. സത്യം, ഞാൻ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ സത്യം തന്നെ ഒരു ലവ് ആൻഡ് ഹെയ്റ്റ് റിലേഷൻഷിപ്പാണ് മാർവലായിട്ടുള്ളത്. നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു സിനിമ നമുക്ക് ലഭിക്കുമെന്ന്. വാൻഡ കൊള്ളാലോ, സ്പാങ്ക് ഒക്കെ ചെയ്യുന്നു ലൈവായിട്ട്. കൊള്ളാം, നൈസ്. യു നോ വാട്ട് ഈസ് കൂളർ ദാൻ മാജിക്? മാത്ത്. പീറ്റർ പാർക്കർ. യു നോ. മാർവലും സോണിയും സ്പൈഡർമാൻ്റെ റൈറ്റ്. ഇത് നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം തന്നെ. അതിന് പ്രത്യേകിച്ച് ഒരു ചേഞ്ചസ് എന്തായാലും ഇതുവരെ സംഭവിച്ചിട്ടില്ല. എന്നാൽ മാത്രമേ സ്പൈഡർമാന് ഗതി പിടിക്കുകയുള്ളൂ. മേ ബി ദ തേർഡ് ടൈം കുഡ് ബി ഹിസ് ബെസ്റ്റ് ടൈം. പക്ഷെ ഞാനിപ്പോഴും പറയുള്ളൂ, ആരോൺ ടൈലർ ജോൺസന്റെ കിക്കാസ് നൈസ് ഒരു പടം തന്നെയായിരുന്നു. എനിക്ക് ഈ 2 റോൾസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന കിക്കാസ് തന്നെയാണ്. ക്രേവൻ നമ്മൾ കണ്ടിട്ടില്ല, അത് സോണി ഓസ്കാർ വർത്തി ഫിലിം എന്നൊക്കെയാണ് പറയുന്നത്, അത് മറക്കരുത്. പിന്നെ ക്വിക്ക് സിൽവർ വന്നതും പോയതും നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. If Happy said yes to Wade on the day of March 28. ഇതായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് ഡെഡ്പൂൾ 3ന്റെ പ്ലോട്ടിനകത്ത് അവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് എല്ലാ മാർവലിൻ്റെയും ക്യാനൻ ഇവൻറ്റ്സിനകത്ത് ഡെഡ്പൂൾ പോവും. അത് നമുക്ക് ലൈവ് ആക്ഷനിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. What the fuck, when did I miss this multiverse crossover? Me watching Venom in the theaters. സത്യം, ഞാനും ഇതേപോലെ കല്ല് പോലെ ഇരുന്നായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഫൈറ്റ് പൊളിയായിരുന്നു കേട്ടോ. മ്യൂസിക് പ്ലെയർ ഒക്കെ ഇടിച്ച് പൊളിക്കാണ്. വെൻ യു ഓർഡർ ഷീഹൾക്ക് ഫ്രം wish.com. വിഷ് എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ വേർഷൻ മീഷോ പോലത്തെ എന്തെങ്കിലും ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നിരുന്നാലും എനിക്കുള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ ഇതേ ഉള്ളൂ, ആര് ഓർഡർ ചെയ്യും? എന്തിന് ഓർഡർ ചെയ്യണം? What fans sees? ക്രിസ് ഇവാൻസും ഹെൻറി കാവിലും. What Marvel and DC fans see? Captain America, Superman. What Deadpool fans see? ജോണി സ്ട്രോം, എന്നിട്ട് ഹ്യൂമൻ ടോർച്ചും അത് കൂടാതെ തന്നെ ഒബ്വിയസ്ലി ദ വൂൾവറിൻ അല്ല, കാവലറിൻ.
അതായിരുന്നു അതിനകത്തുണ്ടായിരുന്ന പേര് ഹെൻറി കാവലിൻ്റെ. വാട്ട് ഡിഡ് യു ഡു ദ ടൈം ലൈൻ നൗ ബാരി ലൂക്ക് കേജിൻ്റെ അതിനകത്ത് വന്നേക്കാണ്. ദ ബെസ്റ്റ് റീസൺ ടു വാച്ച് മാർവൽ എറ്റേണൽസ്. ഐ വാച്ച് മാർവൽ എറ്റേണൽസ് ഫോർ ദ പ്ലോട്ട്. ദ പ്ലോട്ട്. രണ്ട് കിടിലൻ പ്ലോട്ട്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും മാർവൽ എറ്റേണൽസ് കണ്ടത്. വെൻ എവരി വൺ കംപ്ലൈൻസ് ദാറ്റ് യു ആർ ടു വീക്ക് ടു ഹാൻഡിൽ റെഡ് ഹൾക്ക്, ക്യാപ്റ്റൻ അമേരിക്ക സാം വിൽസൺ, സൂപ്പർ സോൾജർ സെറം, ഹിയർ ഐ കം. എന്നാലും പുള്ളിക്കാരൻ തോപ്പിക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. റെഡ് ഹൾക്ക് അതിനേക്കാളും പവർഫുൾ ആണ്. ജീൻ ഗ്രേ ഇൻ ഗ്രേ ജീൻസ്. പോയിന്റ് ഓഫ് വ്യൂ സിനോഫേജ്. എന്താ പറയണ, പെർഫെക്റ്റ്. ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മീം. ആ ഒരു സിറ്റുവേഷന് ഭയങ്കര ആക്യുറേറ്റ് ആണ്. സിനോഫേജിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. എനിക്ക് കുറച്ച് സ്നാക്സ് ആകട്ടെ എന്ന്. വൺ സ്പൈഡർമാൻ ഹെൽപ്പിംഗ് ആൻ ഓൾഡ് ലേഡി. മീൻവെയിൽ ദ അതർ സ്പൈഡർമാൻ ഹാഡ് ടു ബീറ്റ് ആൻ ഓൾഡ് ലേഡി വിത്ത് എ സ്റ്റിക്ക് ടു ഗെറ്റ് ദിസ് കാൻബെറീസ്. ഇതാണ് ടോബി മെക്യോന്റെ സ്പൈഡർമാനെ പ്രത്യേകതയാക്കുന്നത്, ടോം ഹോളണ്ടിൽ നിന്ന് വെച്ച്. താനോസിന്റെ പുതിയ ജൂവലറി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതെവിടെയാണ് പുള്ളിക്കാരൻ തുടങ്ങിയിട്ടുള്ളത്? ഡു യു തിങ്ക് ദ സ്റ്റോർ സെൽ ഇൻഫിനിറ്റി സ്റ്റോൺസ്? അബ്സല്യൂട്ട്ലി. ഇൻഫിനിറ്റി സ്റ്റോൺ ആയിരിക്കും അവിടുത്തെ ഏറ്റവും ഐക്കോണിക് ആയിട്ട് പുള്ളിക്കാരൻ സെല് ചെയ്യുന്നൊരു സാധനം. അതിൻ്റെ കൂടെ തന്നെ ഇൻഫിനിറ്റി ഗോൺലെറ്റും പുള്ളിക്കാരൻ ചിലപ്പോൾ ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇത് എടുത്ത് പറയേണ്ട ഒരു സാധനം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് റീസെൻ്റ്ലി സൂപ്പർമാൻ ആൻഡ് ലൂയിസ് എന്ന് പറഞ്ഞിട്ടുള്ള TV സീരീസിനകത്ത് നമുക്കൊരു ഡൂം സ്റ്റേ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ പിക്ചർ നോക്കിയൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര കിഡിലനായിട്ടുള്ള കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡൂം സ്റ്റേ നമുക്ക് ഫൈനലി CW നമുക്ക് തന്നെ എന്നുള്ളൊരു കാര്യം തന്നെ. കാരണം ഭയങ്കര കോമിക് ബുക്കിംഗ് ഇൻസ്പയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാൻ കഴിയും. ഇത് സ്മാൾ വീഡിലെ ഡൂംസ്ഡേ ആയിരുന്നു. ആൻഡ് ഇത് ക്രിപ്റ്റൻ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇത് പിന്നെ നമുക്കറിയാം നമ്മുടെ ടീനേജ് മ്യൂട്ടൻ നിഞ്ച ടർട്ടിൽ സിനിമയിലെ അല്ല, ബാറ്റ്മാൻ BVSലെ ഡൂംസ്ഡേ ആണ്. ആൻഡ് ഇതിപ്പോൾ നമുക്ക് സൂപ്പർമാൻ ആൻഡ് ലൂയിസിനകത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഡൂംസ്ഡേ. ഇതെല്ലാം വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ ഈ ഡൂംസ്ഡേ അവർക്ക് സൂപ്പറായിട്ട് തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ആ സീരീസിനകത്ത് അവർ ചെയ്തതിലേക്ക് വൺ ഓഫ് ദി ഒരു ബെസ്റ്റ് സാധനം കൂടിയാണ് എനിക്കിതെന്താണെങ്കിലും എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഐ ലവ് വാച്ചിങ് മൂവീസ്. മീ ടു. ഞാൻ കാണുന്നത് കൂടുതലും സൂപ്പർ ഹീറോ മൂവീസ്, സ്റ്റാർ വാർസ്, അവഞ്ചേഴ്സ് എല്ലാമാണ്. പുള്ളിക്കാരി കാണുന്നത് ബാക്കിയുള്ള കൊറിയൻ കെ ഡ്രാമാസും മൂവീസും എല്ലാം തന്നെയാണ്. ആൻ ആക്ട്രസ് ദാറ്റ് യു സ്റ്റാർട്ടഡ് ലൈക്കിംഗ് എ ലോട്ട് റീസെൻ്റ്ലി. ഡോണ്ട് ലുക്ക് അറ്റ് മൈ സെർച്ച് ഹിസ്റ്ററി. Sydney Sweeney fans, assemble! Movie has the most Oscar-worthy plot. Agree. Ron Howard Eden has received an R rating due to strong violence, sexual content, graphic nudity, and language. The film stars Anna de Armas, Vanessa Kirby, and Sydney Sweeney. വേറെ എന്ത് വേണം ആ സിനിമയ്ക്ക് ഓസ്കർ വർത്തി ആകാൻ? പൊളി. ഈ പംകിൻ ബോംബിന്റെ റിപ്ലിക്ക പൊളി. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് തോന്നുന്നു. ഇത് എന്തിൻ്റെ ഇത് ഹാഷ് ബ്രൂഡ് കളക്ടേഴ്സിനകത്തുള്ളതാണ്. സോ ഇതെല്ലാം തന്നെയാണ് ഈ ആഴ്ച എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കുറേയധികം ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറേയധികം മീംസും കാര്യങ്ങളെല്ലാം തന്നെ. നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ എന്തെങ്കിലും മീം കണ്ടന്റ് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനായിട്ട് ഷെയർ ചെയ്യാവുന്നത് തന്നെയാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാവുന്നത് തന്നെയാണ്. പിന്നെ ഇനി അടുത്ത വരാൻ പോണ വീഡിയോയ്ക്കകത്ത് നമുക്ക് എന്താണെങ്കിലും റിയാക്റ്റും ചെയ്യുന്നത് തന്നെയായിരിക്കും. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇനിയും നമ്മുടെ മീം റിവ്യൂസ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടിയോ എന്നുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. പിന്നെ ഞാൻ അന്ന് പറഞ്ഞ പോലെ നടക്കാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ നമുക്ക് എന്താണെങ്കിലും ഇതേപോലത്തെ മീം റിവ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെയായിരിക്കും. സോ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ലൈക്കും ഷെയറും ചെയ്യാതെ തന്നെയാണ്. ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. Punch it.